കേന്ദ്രത്തിൻ്റെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തിനെതിരെ മുന്നണിക്കകത്തു നിന്ന് തന്നെ പ്രതിഷേധം ശക്തമാവുകയാണ്. കഴിഞ്ഞ 2 വർഷമായി കേന്ദ്ര സർക്കാർ തടഞ്ഞുവെച്ച സമഗ്ര ശിക്ഷ കേരള പദ്ധതിയിലെ 1200 കോടി രൂപ ഉൾപ്പെടെ തിരികെ ലഭിക്കുമെന്നാണ് ഈ നിലപാട് മാറ്റത്തിന് കേരളം പറയുന്ന കാരണം. RSS അജണ്ട തിരികെ വെച്ച കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമാകേണ്ടി വരും എന്ന ആശങ്കയിലായിരുന്നു BJP ഇതര സംസ്ഥാന സർക്കാരുകൾ PM ശ്രീ പദ്ധതിയിൽ നിന്ന് വിട്ടുനിന്നത്. എന്നാൽ ഇപ്പോൾ ബംഗാളും ഒപ്പം തന്നെ തമിഴ്നാടുമൊക്കെ അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ കേരളത്തിൻ്റെ നിലപാട് മാറ്റത്തിന് കാരണമെന്താണ്? ഇതാണ് ഔട്ട് ഓഫ് ഫോക്കസ് ആദ്യമായി ചർച്ച ചെയ്യുന്നത്. CPI ശക്തമായി എതിർക്കുമ്പോഴും PM ശ്രീ CPMന് പ്രിയങ്കരമാകുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്. ഒന്നാമത്തെ കാര്യം, ഇത് നമുക്ക് പ്രത്യേകിച്ച് നയപരമായ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത വെറും സാമ്പത്തിക ഇടപാടിൻ്റെ മാത്രം ഒരു ഇഷ്യൂ ആയിരുന്നെങ്കിൽ 2 വർഷം മുമ്പ് തന്നെ MOU സൈൻ ചെയ്ത് നമുക്ക് ആ പദ്ധതിയുടെ ഭാഗമാകാൻ കഴിയുമായിരുന്നല്ലോ. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അത് പദ്ധതിയുടെ ഭാഗമാകേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നതിന് പിന്നിൽ അതിനകത്തുണ്ടായ ചർച്ചയിൽ ഇത് ഒരു NEP നടപ്പിലാക്കാനുള്ള ഈ പദ്ധതി എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ പദ്ധതി രാജ്യത്തെ തിരഞ്ഞെടുക്കുന്ന സ്കൂളുകളെ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പ്രോജക്റ്റാണ് പ്രധാനമന്ത്രി PM ശ്രീ എന്ന് പറഞ്ഞ ഈ പ്രോജക്റ്റ്, സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ. ആ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലേക്കാണ് ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളുള്ളത്. സ്കൂളുകൾ പുതിയ പാഠ്യപദ്ധതിയിലേക്കും നവീകരിച്ച പഠനാശയങ്ങളിലേക്കും സ്കൂളുകളെ കൊണ്ടുവരികയും പുതിയ ഒരു ലോകത്തേക്ക് വിദ്യാർത്ഥികളെ കൈപിടിച്ചാനയിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഇത് കൊണ്ടുവരുന്നത്. അതിനുവേണ്ടി തിരഞ്ഞെടുപ്പെടുന്ന സ്കൂളുകൾക്ക് സർക്കാർ പ്രത്യേകമായി ഫണ്ട് അനുവദിക്കും. 60-40 എന്ന റേഷ്യോയിലാണ് പൈസ അനുവദിക്കുക, സംസ്ഥാനവും കേന്ദ്രവും. അതുവഴി ആ സ്കൂളിൻ്റെ പഠന നിലവാരത്തിൽ മാറ്റം ഉണ്ടാക്കും, സ്കൂളിൻ്റെ സൗകര്യങ്ങളിൽ മാറ്റം ഉണ്ടാക്കും, എന്ന് വെച്ചാൽ പഠന രീതിയിൽ മാറ്റം ഉണ്ടാക്കും. അങ്ങനെ പുതിയൊരു വിദ്യാഭ്യാസ ക്രമത്തിലൂടെ പുതിയൊരു തലമുറയെ സൃഷ്ടിക്കുക. ആ സൃഷ്ടിക്കുന്നതിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ലക്ഷ്യമാണ്. അപ്പം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു പൈലറ്റ് വാഹനം എന്ന നിലയ്ക്കാണ് കേന്ദ്ര സർക്കാർ എന്തിനെ PM ശ്രീയെ ഉണ്ടാക്കുന്നത്. PM ശ്രീ പദ്ധതി വഴി NEP സാധ്യമാക്കുക, NEP സാധ്യമാക്കാനുള്ള പ്രതലം രൂപീകരിക്കുക. NEP എന്താണ്? ദേശീയ വിദ്യാഭ്യാസ നയമാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തോട് CPIM അടക്കമുള്ള കക്ഷികൾക്ക് വളരെ സുചിന്തിതമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. സ്റ്റാലിൻ അതിനെ വിളിച്ചത് ഒരു കാവി നയം ആണ് എന്നാണ്. രാജ്യത്താകമാനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ക്ലാസ് റൂമുകളിലേക്കും കാവ്യവൽക്കരണം നടപ്പിലാക്കാനുള്ള ആസൂത്രിതമായ പദ്ധതി ഒളിച്ചേർത്തിരിക്കുന്നു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ നിന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ഒപ്പം തന്നെ ഈ പറയുന്ന DMKയുടെയും പശ്ചിമ ബംഗാളിലെ കക്ഷികളുടെ എല്ലാം അഭിപ്രായം. അതവിടെ നിൽക്കെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ നടപ്പിലാക്കൽ വഴിയായിരിക്കും ഈ സ്കൂളുകൾ വഴി ഉണ്ടാകുമെന്ന് വൃത്തിയായി എഴുതി വെച്ചിട്ടുള്ള ഒരു നയപരിപാടിയാണ് PM ശ്രീ. അതെന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ എടുക്കാൻ തീരുമാനിക്കുന്നത് എന്ന ചോദ്യത്തിന് രാഷ്ട്രീയമായ ഉത്തരം നൽകാൻ സർക്കാരിന് കഴിയുന്നില്ല. സർക്കാർ പറയുന്നത് 1466 കോടി രൂപ കിട്ടും. ആ 1466 കോടി രൂപ നമ്മുടെ എല്ലാവരുടെയും പൈസയാണല്ലോ, നമ്മളെന്തെങ്കിലും വാശി പിടിച്ച് അത് കളയേണ്ടതില്ലല്ലോ എന്നാണ്. 1466 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്, 1466 കോടി രൂപ ഒറ്റയടിക്കും കൊണ്ട് കിട്ടാൻ പോകല്ല. PM ശ്രീയുടെ ആണെങ്കിൽ ഗഡുക്കളായി മാത്രമേ കിട്ടുള്ളൂ. കേരളത്തിൽ 10-30 ലക്ഷം രൂപ ഒരു വർഷം കിട്ടിയാലേ അങ്ങനെയാണ് മുഴുവൻ കിട്ടുക. അല്ലാതെ ഒറ്റയടിക്ക് ഈ ഞെരുക്കത്തിൻ്റെ കാലത്ത് 1500 കോടി രൂപ ഇങ്ങോട്ട് വരാൻ പോവല്ല, ഗഡുക്കളായി മാത്രമേ കിട്ടൂ. ആ ഗഡുക്കളായി കിട്ടുന്നതിൻ്റെ തോത് പരിശോധിച്ചാൽ കേരളത്തിന് സാമ്പത്തികമായും വലിയ ഗുണമുണ്ടാക്കുന്ന ഒന്നല്ല ഈ കിട്ടുന്ന വിഹിതമെന്ന് ഓർക്കണം. രണ്ടാമത്തേത്, കേരളം പോലെ ഒരു സംസ്ഥാനം ഈ PM ശ്രീ പദ്ധതിക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകൾക്ക് ചില മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ആണുങ്ങൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു ശുചിമുറിയെങ്കിലും വേണം. ഒപ്പം അകത്തേക്ക് കടക്കാനും പുറത്തേക്ക് പോകാനും സ്റ്റെപ്സ് ആൻഡ് റാംസ് ഒക്കെ ഉണ്ടാവണം. അങ്ങനെ കുറേ ക്രൈറ്റീരിയ ഉണ്ട്. നമ്മുടെ കേരളത്തിലെ ഏതാണ്ട് എല്ലാ സ്കൂളുകളും ഈ ക്രൈറ്റീരിയ മുഴുവൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞതാണ്. ഈ പദ്ധതി വഴി വിദ്യാഭ്യാസ മേഖലയും സ്കൂളുകളെയും എവിടെ എത്തിക്കണമെന്നാണോ PM ശ്രീ വിഭാവനം ചെയ്യുന്നത് അവിടേക്ക് പോലും എത്തിക്കഴിഞ്ഞ ഒരുപാട് സ്കൂളുകൾ നമുക്കുണ്ട്. ഒന്നാമത് പൊതുവിദ്യാഭ്യാസത്തിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നു. കിഫ്ബി വഴി നമ്മൾ ഒരുപാട് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ നാട്ടുകാർ വിളിച്ചും ഇടപെട്ടുകൊണ്ടും അല്ലെങ്കിൽ വിവിധ അസോസിയേഷനുകൾ ട്രസ്റ്റുകളൊക്കെ സംഭാവന ചെയ്തിട്ടുള്ള ഇവിടുത്തെ പ്രിസം പദ്ധതിയൊക്കെ നമുക്കറിയാമല്ലോ, കോഴിക്കോട്. അങ്ങനെ നമ്മുടെ സ്കൂളുകൾ ഏതാണ്ട് നല്ല നിലവാരത്തെ മറികടന്നിട്ടുള്ളവയാണ്. പിന്നെ നാം എന്തിനാണ് PM ശ്രീ വഴി നമ്മുടെ സ്കൂളുകളെ നന്നാക്കണം എന്ന ഈ സംഗതി പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് പൈസ കൊണ്ടുവരണം എന്ന് പറയുന്നത്? ഈ ചോദ്യത്തിന് രാഷ്ട്രീയമായിട്ടുള്ള ഉത്തരം സർക്കാർ പറയണം. CPI ഇന്നിപ്പോൾ അവരുടെ ജനയുഗം പത്രത്തിൽ അവർ ദീർഘമായ ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനത്തിൽ പറയുന്നത് NEP നടപ്പിലാക്കാനുള്ള കുറുക്ക് വഴിയാണ്. NEP ഒരു കാവ്യവൽക്കരണ പദ്ധതിയാണ്. എല്ലാ വർഷവും NCERT പാഠപുസ്തകങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യ ചരിത്രമാകെ വെട്ടിമാറ്റുകയാണ്. പുതിയ സംഗതികൾ എഴുതി ചേർക്കുകയാണ്. നമുക്ക് ആർക്കും അറിയാത്ത ആൾക്കാരെ മഹാന്മാരാക്കുകയാണ്. മഹാന്മാരെ അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം നടക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ
വിദ്യാഭ്യാസ മേഖലയെ ആകമാനം സാഫ്രണൈസ് ചെയ്യാനുള്ള വലിയ പ്രോജക്റ്റ് നടക്കുന്നു. ആ പ്രോജക്റ്റിൻ്റെ പ്രധാന കേന്ദ്രബിന്ദുവായി പ്രവർത്തിക്കാൻ പോവുകയാണ് NEP. ആ NEPയുടെ വരവ് വഴിയാണ് ഈ PM ശ്രീ. അതിൽ നാം സൈൻ ചെയ്യാൻ പാടില്ല എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു. അവരുടെ പത്രത്തിൽ ലേഖനം വരുന്നു. അവർ ക്യാബിനറ്റിൽ അവരുടെ വിയോജിപ്പ് അറിയിക്കുന്നു. പക്ഷേ CPIM-ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന് PM ശ്രീ നടപ്പിലാക്കണം എന്ന വാശിയിൽ അവർ മുന്നോട്ട് പോവുകയാണ്. CPIയുടെ എതിർപ്പ് അവിടെ ഉള്ളപ്പോൾ പോലും ഒറ്റയ്ക്ക് തീരുമാനം എടുക്കുകയാണ്. എന്നിട്ട് അത് ചോദിക്കുമ്പോൾ വി ശിവൻകുട്ടി പറയുന്നത് CPI ഞങ്ങൾ ഡീൽ ചെയ്തതെന്നാണ്. വളരെ ലഘുവായിട്ട് ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ് രണ്ടാമത്തെ കക്ഷി, അത് ഞങ്ങൾ പറഞ്ഞ് തീർത്തോളാം എന്ന് വെച്ചാൽ അവരുടെ എതിർപ്പിനെ ഞങ്ങൾ ആ മട്ടിലേ പരിഗണിക്കുന്നുള്ളൂ എന്നുള്ള ലഘു സ്വഭാവത്തിൽ അദ്ദേഹം അതിനെ കൈകാര്യം ചെയ്തത്. എന്നാൽ ഇതിനുള്ള മറുപടി പറഞ്ഞിട്ടില്ല. നമ്മുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ടതിൽ 1500 കോടി രൂപ. 1500 കോടി രൂപയ്ക്ക് നമുക്ക് വിറ്റ് കളയാൻ കഴിയുന്നതാണോ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന നയം? ഞങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഗുജറാത്ത് കലാപം ഗുജറാത്തിൽ പഠിപ്പിക്കുന്നില്ല, ഞങ്ങൾ പഠിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ വിദ്യാഭ്യാസ നയം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കേരളത്തിൻ്റെ അടിത്തറയാണ്, ഞങ്ങളുടെ മതനിരപേക്ഷ അടിത്തറയാണ്. ഞങ്ങളുടെ രാജ്യത്തെ ഏറ്റവും മികച്ച സ്റ്റേറ്റാക്കി ഞങ്ങളെ ക്വാളിറ്റേറ്റീവായി നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഞങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയും അതിൻ്റെ പരിശുദ്ധിയും. അത് പൊല്യൂട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്ന ഒരു പദ്ധതിക്ക് നിന്നു കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാൻ CPM-ന് ഒന്നാമത് കഴിയേണ്ടതുണ്ട്. രണ്ടാമത് ഈ PM ശ്രീ പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ പദ്ധതി മാത്രമാണ്. അതുവഴി ഈ കാവ്യവൽക്കരണമൊന്നും വരില്ല എന്ന് പറയുന്ന ചില CPM-മാരെയും കാണുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരിന് കൃത്യമായ പദ്ധതിയുണ്ട്. കാരണം ഈ PM ശ്രീ നിങ്ങൾ സമ്മതിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊന്നിനും പൈസ തരില്ല എന്ന് പറയുന്നു. അപ്പോൾ കേരളം പോലെ ഒരു സ്റ്റേറ്റിൽ ഓൾറെഡി ഒരു വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പുരോഗമനമൊക്കെ ഉണ്ടാക്കിയതാണല്ലോ. അവർ സൈൻ ചെയ്യുന്നില്ലേ പോട്ടെ എന്ന് വിചാരിക്കുന്നില്ലല്ലോ. PM ശ്രീ സൈൻ ചെയ്തേ പറ്റൂ എന്ന് കേരളത്തോടും വാശി പിടിക്കുക. അതെന്തിനാണ്? PM ശ്രീ അവരുടെ ഒരു പ്രധാന പ്രോജക്റ്റാണ്. അതുവഴിയാണ് അവർ ഈ സാധനം മൊത്തം കുത്തിച്ചെലുത്താൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത് സൈൻ ചെയ്തതിൽ ഇത് മുഴുവൻ ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞ് ആ സമ്മർദ്ദത്തിലാക്കുന്നത് അത് സൈൻ ചെയ്യിപ്പിക്കാനാണ്. അപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ സർവ്വശിക്ഷാ അഭിയാൻ്റെയൊക്കെ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് എന്തിനാണ്? ഈ സംഗതി നിങ്ങൾ നമ്മളെ സമ്മർദ്ദത്തിലാക്കി ഇതിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ആ കൊണ്ടുവരേണ്ടത് അവരുടെ വലിയൊരു സംഗതി അവരൊരു പ്രോജക്റ്റായിട്ട് കാണുന്നു എന്നതുകൊണ്ടാണ്. അത് മനസ്സിലാക്കുകയും അതിനകത്തൊരു ഒരു പൊളിറ്റിക്കൽ പ്രതിരോധം തീർക്കുകയും ചെയ്യുന്നതിൽ സർക്കാർ എന്തുകൊണ്ട് പരാജയപ്പെട്ടു പോകുന്നു? എന്തുകൊണ്ട് 2 വർഷം കാത്തിരുന്നു? 2 വർഷം കഴിഞ്ഞ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം PM ശ്രീ എന്ന് പറയുന്ന പ്രോജക്റ്റിലേക്ക് ഇൻ ചെയ്യാം എന്ന് സർക്കാർ തീരുമാനിക്കുന്നു. അപ്പോൾ ഒന്ന്, കേന്ദ്ര സർക്കാരുമായി ഞങ്ങൾ ഒരു ഏറ്റുമുട്ടലിനില്ല എന്ന സന്ദേശം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. കേന്ദ്ര സർക്കാരിനും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്ന മനുഷ്യന്മാർക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും എന്ന് സ്വാഭാവികമായിട്ടും ആക്ഷേപിക്കാമല്ലോ. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് സന്ധിയിൽ നിങ്ങൾ എവിടെയാണ് രാഷ്ട്രീയമായി പൊസിഷൻ ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരുമായി ഞങ്ങളൊരു തുറന്ന ഏറ്റുമുട്ടലിനില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ സർക്കാർ. നിങ്ങൾ കൊണ്ടിരുന്ന PM ശ്രീയോ നിങ്ങൾ റേഷൻ കടയിൽ പ്രധാനമന്ത്രിയുടെ പടം വയ്ക്കണമെന്ന് പറയുന്ന കോ-ബ്രാൻഡിങ്ങോ എന്തും ഞങ്ങൾ സമ്മതിക്കാം എന്ന നില സ്വീകരിക്കുകയാണ്. എന്തു ഗുണം? പ്രത്യേകിച്ചൊരു ഗുണവും കേരളത്തിനില്ല. 1400 കോടി രൂപ ഗഡുക്കളായി 5 വർഷം കൊണ്ട് കിട്ടുന്നത് കേരളത്തിന് വലിയ നേട്ടമൊന്നുമല്ല. കേരളം ഉയർത്തിപ്പിടിക്കുന്ന അതിൻ്റെ നയവുമായി വെച്ച് നോക്കുമ്പോൾ അതിനെ തുലനപ്പെടുത്താനേ കഴിയാത്ത പൈസയാണെന്ന്. അപ്പോൾ ആ നയം പ്രഖ്യാപിക്കുന്നത് എന്തിനാണ് എന്നവർ വിശദീകരിക്കണം. രണ്ടാമത്തെ കാര്യമേ, CPI എന്ന് പറയുന്ന പാർട്ടിയാണ് ഇതിൽ പ്രതിഷേധം ഉയർത്തുന്നത്. CPI ഇതിന് മുമ്പ് പ്രതിഷേധം ഉയർത്തിയ സംഭവമാണ് തൃശ്ശൂരിലെ പൂരം കലക്കലാണ്. പൂരം കലക്കൽ ഒരു ആസൂത്രിതമായ പ്രവൃത്തിയായിരുന്നുവെന്നും ആ പൂരം കലക്കലിൻ്റെ ബെനിഫിഷ്യറി BJP ആയിരുന്നുവെന്നും അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്നും അതിനകത്ത് നമ്മൾ സീരിയസ് ആയിട്ട് നമ്മളതിൽ ഇടപെടണമെന്നും പല കുറി CPIയുടെ മന്ത്രിമാരടക്കമുള്ള ആൾക്കാർ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി ഇപ്പോൾ സംരക്ഷിച്ച് പിടിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത ആളാണെന്ന് K രാജൻ മൊഴി കൊടുക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. പക്ഷേ CPIക്ക് അവിടെ നിരാശപ്പെടേണ്ടി വന്നു. പൂരം കലക്കലിൽ ഇപ്പോഴും ഒരു FIR പോലുമില്ല എന്ന് മാത്രമല്ല തൃശ്ശൂരുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വോട്ട് ചോറിയിൽ പോലും സീരിയസ് ആയിട്ട് CPM ഇടപെട്ടില്ല എന്ന് നമ്മൾ കാണണം. രണ്ടാമത് ഇപ്പോൾ കാണുന്ന PM ശ്രീയാണ്. PM ശ്രീയിൽ പോകാൻ പിണറായി വിജയൻ തീരുമാനിച്ചിട്ടില്ല. പിണറായി വിജയൻ പോകുന്നതിന് മനസ്സിലാക്കുക. CPIയുടെ എതിർപ്പിന് ഒരു പരിധി കവിഞ്ഞ് സഞ്ചരിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ഈ 2 എപ്പിസോഡിൻ്റെയും പ്രത്യേകത എന്ന് ചോദിച്ചാൽ രണ്ടിടത്തും CPI നിരാശപ്പെടുകയും BJP അതിൻ്റെ ബെനിഫിഷ്യറിയായി മാറുകയും ചെയ്യുന്നു. CPIയെ നിരാശപ്പെടുത്തുന്ന എപ്പിസോഡിൻ്റെ സന്തോഷവാൻ ആരാണ്? സന്തോഷവാൻ BJP-യാണ്. PM ശ്രീ വേണമെന്ന് ആവശ്യപ്പെട്ട വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള മീറ്റിങ്ങിൽ PM ശ്രീ വേണമെന്ന് ആവശ്യപ്പെട്ട ഒരേ ഒരു സംഘടന ABVP-ആണ്. ബാക്കി എല്ലാവരും എതിർത്തു. ശരി, ഞങ്ങൾ ഹോൾഡ് ചെയ്യാണ് എന്നാണ് സർക്കാർ ആ സംഘടനകളെ അറിയിച്ചത്. ഇപ്പോൾ ആ വിദ്യാർത്ഥി സംഘടനകളോട് വീണ്ടും ഒരിക്കൽ കൺസൾട്ട് ചെയ്യുക പോലും ചെയ്യാതെ PM ശ്രീയിലേക്ക് സർക്കാർ ഒറ്റയ്ക്ക് പോവുകയാണ്. അപ്പോൾ ആരാണ് PM ശ്രീ വേണമെന്ന് ആവശ്യപ്പെട്ടത്? ABVP-യുടെ ആവശ്യം സർക്കാർ നടപ്പിലാക്കുന്നു. മറ്റ് വിദ്യാർത്ഥി സംഘടനകളോടെല്ലാം ചെയ്ത വാഗ്ദത്തം സർക്കാർ പാലിക്കാതെ പോവുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകളുടെ കൺസേൺ സർക്കാർ പരിഗണിക്കുന്നില്ല? NEP നടപ്പിലാക്കാനുള്ള കുറുക്കു വഴിയാണെന്നുള്ള ആധികാരികമായ CPI നിലപാടിനെ എന്തുകൊണ്ട് സർക്കാർ പരിഗണിക്കുന്നില്ല? ഫണ്ട് കിട്ടും എന്നാണ് സർക്കാർ പറയുക. അങ്ങനെ ഫണ്ട് കിട്ടാനാണെങ്കിൽ നമുക്ക് നടപ്പിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഒരുപാട് വിഭജന പദ്ധതികളുണ്ട്. അതെല്ലാം ഫണ്ട് കിട്ടുന്നതിന് പേരിൽ നമ്മൾ നടപ്പിലാക്കുമോ?
നടപ്പിലാക്കുന്നുണ്ട്. കേരളത്തിൽ മാവോയിസ്റ്റുകൾ വലിയ ഭീഷണിയാണെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ആളുകളെ വെടിവെച്ച് കൊല്ലുന്ന ഏർപ്പാട് ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ത്രെട്ടിൻ്റെ പേരിലുള്ള ഫണ്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഫണ്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ഏത് തരത്തിലുള്ള കോംപ്രമൈസും എടുക്കാം എന്നത് ഒട്ടും ലോജിക്കലായിട്ടുള്ള കാര്യമല്ല. 1400 കോടി രൂപ എന്ന് പറയുന്നതിൻ്റെ പാതി വിഹിതങ്ങളായി കിട്ടുന്നതിൻ്റെ പേരിലാണ് ഈ നിലപാട് സ്വീകരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. കേന്ദ്ര സർക്കാരിനോട് കുറച്ചുകൂടി നിങ്ങളോട് വിധേയ സമീപനത്തിലാണുള്ളത്. ഞങ്ങളെ രാഷ്ട്രീയ ശത്രുക്കളായി കാണരുത്, ഞങ്ങളോട് ഭരണപരമായിട്ടുള്ള വിവേചനം കാണിക്കരുതെന്ന് സ്ഥാപിക്കാനോ, അല്ലെങ്കിൽ രാഷ്ട്രീയ ശത്രുക്കൾ ആക്ഷേപിക്കുന്ന മറ്റു പലതരത്തിലുള്ള സംഗതികൾ അതിനകത്തുണ്ടാവും. അല്ലെങ്കിൽ അതിന് ക്ലാരിറ്റി വരുത്തേണ്ടത് ഗവൺമെൻറ്റാണ്. ഇത്ര കാലം എന്തുകൊണ്ട് അതിനകത്ത് നിങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചു, ഇപ്പോൾ അത് വേണമെന്ന് തീരുമാനിക്കുന്നു? അതെന്തുകൊണ്ടാണ് CPIക്ക് ദഹിക്കാത്തത്? എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ SFI അടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് അത് എന്തുകൊണ്ടാണ് ഡൈജസ്റ്റ് ആവാത്തതെന്ന് ഗവൺമെൻറ് വിശദീകരിക്കേണ്ടതുണ്ട്. ഇതെന്തായാലും അസാധാരണമായൊരു നീക്കമാണ്. ഇനിയും ദുരൂഹതകൾ അവസാനിക്കാത്തൊരു വിഷയമായിട്ട് അവിടെ നിൽക്കും. ഇത് കേരളത്തിൻ്റെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ളതാണെന്ന് സർക്കാർ പറഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നല്ല. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല ഇതിനേക്കാൾ ഫാർ ബെറ്ററാണ്. ഇപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സ്കൂളുകൾ ഏറ്റെടുത്തിരിക്കുന്നത് ഉത്തർപ്രദേശിലാണ്, അത് കഴിഞ്ഞാൽ മധ്യപ്രദേശിലാണ്. അവിടെയൊക്കെ ഇതിൻ്റെ ആവശ്യങ്ങളുണ്ട്. കാരണം അത്രയും സ്കൂളുകൾ തരിപ്പണമായിരിക്കുന്ന സ്ഥലങ്ങളാണ് അവിടെ. വിദ്യാഭ്യാസ മേഖല അത്രയും താഴെയാണ്. എന്ന് മാത്രവുമല്ല, അത്രയും സ്കൂളുകൾ ഏറ്റെടുക്കുക വഴി അവരുടെ പ്രധാനപ്പെട്ട ടാർഗറ്റ് ഏരിയ അവിടെയാണ്. മറ്റേ സംഗതി കയറ്റണമല്ലോ വിദ്യാർത്ഥികൾക്കിടയിലേക്ക്. പുതിയൊരു ചരിത്ര സൃഷ്ടി വേണമല്ലോ. നമ്മുടെ ചരിത്രം നമുക്ക് അഭിമാനിക്കാൻ പറ്റാത്ത ഒന്നാണ് എന്ന് പറഞ്ഞ ആളാണ് പ്രധാനമന്ത്രി. നമ്മുടെ ചരിത്രം നാം തിരുത്തി എഴുതേണ്ടതുണ്ട് എന്ന് പറഞ്ഞ ആളാണ് അമിത്ഷാ. അതിനുവേണ്ടി നമ്മൾ 30 നാട്ടുരാജ്യങ്ങൾ, 300 യോദ്ധാക്കൾ, അവരെക്കുറിച്ചുള്ള എന്തോ ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ICHR 14 വാല്യമുള്ളത്. അത് മുഴുവൻ പഠിപ്പിക്കണമല്ലോ, അതിന് വഴി വേണമല്ലോ. അപ്പോൾ അതിന് ഉണ്ടാക്കുന്ന ഒരു വലിയ പ്രോജക്റ്റിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന നാട് നിന്ന് കൊടുക്കുന്നത് എന്തിനാണെന്ന് രാഷ്ട്രീയമായി വിശദീകരിക്കാത്തത്രയും കാലം കുഞ്ഞുങ്ങൾക്കുള്ള അരിയും പയറിനും വേണ്ടിയുള്ള പൈസയ്ക്ക് നോക്കുകയാണെന്നുള്ള വിദണ്ഡവാദം ഉന്നയിച്ചാൽ അത് ദഹിക്കുന്ന ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടേണ്ട ഒരു നിർബന്ധിത സാഹചര്യം കേരള വിദ്യാഭ്യാസ മേഖലയിലുണ്ടോ, അതോ ഇത് ഒരു CPMൻ്റെ ഇപ്പോൾ പല രീതികളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഈ കേന്ദ്ര നിലപാടിനോട് ഒട്ടി നിൽക്കുന്ന ഒരു നിലപാടിൻ്റെ ഭാഗമാണോ? നമുക്ക് ഈ PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തീർത്തും അപ്രസക്തമായുള്ളൊരു കാര്യമാണ്. ഇപ്പം നിഷാദ് പറഞ്ഞല്ലോ, സ്കൂളുകൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണ് അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ. രാജ്യത്ത് 14,500 സ്കൂളുകളിലാണ് PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത്. കേരളം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന 336 സ്കൂളുകൾ മാത്രമാണ്. ഇന്ന് നമ്മൾ കുറച്ച് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. നമ്മുടെ BJP സ്റ്റേറ്റ് പ്രസിഡൻറ്റ് അദ്ദേഹം PM ശ്രീയുടെ മഹത്വം പറയുന്ന കൂട്ടത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PM ശ്രീയുടെ മഹത്വമല്ല, PM ശ്രീ നടപ്പിലാക്കിയാലാണ് NEP നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ NEPയുടെ മഹത്വം പറയുന്ന കൂട്ടത്തിൽ ഈ ഡ്രോപ്പ് ഔട്ട്സിനൊക്കെ വീണ്ടും പഠിക്കാനുള്ള സൗകര്യം എന്ന് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഡ്രോപ്പ് ഔട്ട്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്, ഒരു സംഗതിയെ കേരളത്തിലില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എങ്ങനെയാണ് NEP ഉണ്ടായതെന്ന് വെച്ചാൽ ഉത്തരേന്ത്യയിലൊക്കെ ഉള്ള ഒരവസ്ഥ വെച്ചിട്ട് ആ ഒരു ഫ്രെയിം വർക്കിൽ നിന്നുണ്ടാക്കിയ ഒരു സംഗതിയാണ് NEP എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ഇതെന്ന് വെച്ചാൽ PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നോ ഇല്ലയോ എന്നുള്ളത് ഇറലവൻ്റാണ്. കേരളത്തിൽ ഈ 336 സ്കൂളുകളിൽ 600 സ്കൂളുകളിലും നടപ്പിലാക്കിയില്ലെങ്കിൽ അത് ഇറലവൻ്റാണ്. കാരണം അത് പ്രത്യേകിച്ചൊന്നും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സാമാന്യം നിലവാരമുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. അല്ലാത്തപ്പോൾ നേരത്തെ നിഷാദ് പറഞ്ഞ പോലെ ഈ ലോക്കൽ പല സ്വഭാവത്തിലുള്ള ലോക്കൽ ഏജൻസീസ്, അതേമാതിരി ഈ വലിയ കമ്പനികൾ അവരുടെ CSR ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. പിന്നെ ജില്ലാ പഞ്ചായത്തുകൾ വളരെ ഗൗരവത്തോടുകൂടി ആ സംഗതി നോക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് വേണ്ടത് ഇതല്ല, PM ശ്രീ അല്ല. PM ശ്രീ പദ്ധതിയിൽ അതിന് സന്നദ്ധമായി കഴിഞ്ഞാൽ, അതിന് തയ്യാറായാൽ അത് നടപ്പിലാക്കുക എന്നുള്ളതും NEP നടപ്പിലാക്കുക എന്നുള്ളതും പരസ്പരം കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇതിനുള്ള കാശ് കിട്ടണമെങ്കിൽ NEP നടപ്പിലാക്കാൻ സന്നദ്ധമാണെന്നുള്ളതാണ്. അപ്പോൾ NEP നടപ്പിലാക്കാൻ സന്നദ്ധമാകാത്തതുകൊണ്ട് കോടിക്കണക്കിന് രൂപ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ NEP ആണ് ഇതിലെ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിലും ഇതേ പ്രശ്നമുണ്ട്. തമിഴ്നാട് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നടപ്പിലാക്കില്ല, PM ശ്രീ നടപ്പിലാക്കില്ല, NEP നടപ്പിലാക്കില്ല എന്നൊരു പൊസിഷൻ എടുത്തു. അവിടെ ജസ്റ്റിസ് D. മുരുകേഷ് എന്ന് പറഞ്ഞിട്ട് ഒരു റിട്ടയർഡ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിൽ, ജഡ്ജിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ വെച്ചു. നമുക്ക് SCP നടപ്പിലാക്കാം, സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം നടപ്പിലാക്കാം. അപ്പോൾ SCPക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വേണ്ടിയാണ് മുരുകേഷൻ കമ്മിറ്റിയെ നിയമിക്കുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം തോന്നുന്നു അദ്ദേഹം നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. അവരൊരു SCP തയ്യാറാക്കി കഴിഞ്ഞു. സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് SCP തയ്യാറാക്കി കഴിഞ്ഞു. പക്ഷേ ഇതിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ സ്റ്റാലിൻ അതിൽ വളരെ അഡമൻ്റാണ്. കാരണം ഇത് ഞങ്ങളുടെ സ്റ്റേറ്റ് ഓട്ടോണമിക്ക് മേലുള്ള ഫെഡറലിസത്തിനെതിരായിട്ടുള്ള കടന്നുകയറ്റമാണ്, ഞങ്ങൾ NEP നടപ്പിലാക്കില്ല, ഞങ്ങൾ SCP നടപ്പിലാക്കുമെന്നുള്ള കടുത്ത നിലപാടിലാണ്. ഇതേ പ്രശ്നം നമുക്കുള്ളതിനേക്കാൾ എത്രയോ അധികം കോടി രൂപ തമിഴ്നാട്ടിന് കൊടുക്കാനുള്ളത് പിടിച്ചു വച്ചിരിക്കുകയാണ്.
2025 മെയ്യിലാണെന്നാണ് എൻ്റെ ഓർമ്മ, ഇവർ സുപ്രീം കോടതിയെ സമീപിച്ചു ഈ ഫണ്ട് പിടിച്ചു വെച്ചതിനെതിരെ. സുപ്രീം കോടതി ഇതിൽ അറ്റൻഡ് ചെയ്തു. ഇങ്ങനത്തെ നിർണായകമായ കേസുകളൊക്കെ എടുക്കാതിരിക്കുക എന്നുള്ള സുപ്രീം കോടതിയുടെ പതിവ് പോലെ ഇതോടെ കിടക്കുകയാണ്. എനിവേ അതൊരു ലീഗൽ ബാറ്റിലേക്ക് പോയിരിക്കുകയാണ്. ഒരു പൊളിറ്റിക്കൽ ബാറ്റിലാണ്, ലീഗൽ ബാറ്റിലാണ്. ബംഗാളും NEP നടപ്പിലാക്കാൻ സന്നദ്ധമായിട്ടില്ല. PM ശ്രീ പദ്ധതിയിൽ NEPയിലെ ചില എലമെൻറ്റ്സ് ലൈക്ക് ഈ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ചില എലമെൻറ്റ്സ് അവരത് നടപ്പിലാക്കിയിട്ടുണ്ട്. അവിടുത്തെ 1-2 യൂണിവേഴ്സിറ്റി നടപ്പിലാക്കിയിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട, NEP എന്ന് പറയുന്നത് വളരെ സമഗ്രമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്. അതിൽ ഒരുപാട് പോസിറ്റീവായ ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് നമ്മൾ പ്രത്യേകിച്ച് ഇതിൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട പല സംഗതികളുണ്ട്. അതിലേറ്റവും അപകടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ് ഓട്ടോണമി, ഇതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിലുള്ള സ്റ്റേറ്റ് ഓട്ടോണമി, പലതിൻ്റെയും അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് ഓട്ടോണമി അതില്ലാതാകുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ ഒരുപക്ഷെ ഈ ഔട്ട് ഓഫ് ഫോക്കസിൽ ഏറ്റവും അധികം സംസാരിച്ചിട്ടുള്ളൊരു വിഷയം അത് തന്നെയാണ്. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഏറ്റവും കുറച്ച് അഡ്രസ്സ് ചെയ്യും, പ്രതിപക്ഷം പോലും ഏറ്റവും കുറച്ച് അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം, ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഫെഡറലിസം എന്ന് പറയുന്ന അടിസ്ഥാന തത്വം, നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന തത്വം, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന അടിസ്ഥാന സങ്കല്പം അതിങ്ങനെ അടിമാന്തി ഇല്ലാതാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഇന്ത്യ ഈസ് എൻ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ള കാഴ്ചപ്പാട് മാറി ഇന്ത്യ യൂണിയൻ ടെറിട്ടറി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ടാണ്. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും ഒരേപോലെ നിയമം നിർമ്മിക്കാൻ അധികാരമുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അതിൽ സംസ്ഥാനത്തിന് ഒരു സ്റ്റേക്കും ഇല്ലാത്ത, അതിൽ തന്നെ നമ്മുടെ ഒരു പ്രാക്ടീസ് എന്തായിരുന്നു ചോദിച്ചാൽ, പ്രാഥമിക വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം, അതിൽ കേന്ദ്രം അധികം ഇടപെടാറുണ്ടായിരുന്നില്ല. കേന്ദ്രത്തിൻ്റെ ഇടപെടൽ പലപ്പോഴും ഹയർ എഡ്യൂക്കേഷനിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ജനറൽ എഡ്യൂക്കേഷൻ, സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പോലും കേന്ദ്രം ഇടപെട്ടുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങൾ നിശ്ചയിക്കുന്ന അവസ്ഥ. അതാണ് NEPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സിലബസിൽ വരുന്ന മാറ്റങ്ങൾ, സിലബസിൽ പലതരം തമാശകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മുഗൾ കാലഘട്ടം എന്നൊരു കാലഘട്ടം ഇല്ല. നമ്മുടെ ഭൂതകാലത്തെ 1800 വർഷക്കാലം ഡിലീറ്റ് ചെയ്യപ്പെടുകയാണ്. ആലോചിച്ച് നോക്ക്, മണ്ടത്തരല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ താജ്മഹൽ കാണുന്നൊരു കുഞ്ഞ്, ഈ സിലബസ് പഠിച്ചിറങ്ങിയ ഒരു കുഞ്ഞ് താജ്മഹൽ കണ്ടിട്ട് അച്ഛനോട് ചോദിക്കുകയാണ്, ഇത് ആരാണ് അച്ഛൻ ഉണ്ടാക്കിയത് ചോദിക്കുമ്പോൾ എന്താ പറയുക? അതിന് വേറെ കഥ ഉണ്ടാക്കുന്നുണ്ട്. ആ കഥ സിലബസിൽ വന്നിട്ടില്ല. ഇപ്പം ഈ മട്ടിൽ പല സ്വഭാവത്തിലുള്ള ഇതെങ്ങനെയാണ് വിദ്യാഭ്യാസം പോകുന്നതിനെക്കുറിച്ചുള്ള പലതരം വിമർശനങ്ങൾ ഇതുണ്ട്. അപ്പോൾ ഒരു പള്ളി പൊളിക്കാൻ 10, മാത്സിൽ ചരിത്രം ഇതൊക്കെ വിട്ടേക്കും, മാത്സിൽ ഒരു പള്ളി പൊളിക്കാൻ 10 കർഷകർ വേണമെങ്കിൽ 5 പള്ളി പൊളിക്കാൻ എത്ര കർഷകർ വേണം? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള, അത് മാത്സാണ് പഠിപ്പിക്കുന്നത്, പക്ഷേ ഉദാഹരണങ്ങൾ എന്താണ് എടുക്കുന്നത്? ഇങ്ങനെയൊക്കെ ഈ മട്ടിൽ വിദ്യാഭ്യാസത്തെ മാറ്റുന്ന ഒരു സംഗതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. RSSനെ സംബന്ധിച്ചിടത്തോളം RSSന് ഏറ്റവും താല്പര്യമുള്ള NEP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു കേന്ദ്ര ഗവൺമെൻറ് പ്രോജക്റ്റ് പോലുമല്ല. ഓർമ്മയുണ്ടോ, ഒരു 2-3 ആഴ്ച മുമ്പ് നമ്മുടെ സർസംഘ് ചാലകനെ കൊച്ചിയിൽ വന്നത്? വിജ്ഞാന സദസ്സ് ഒരു അഖിലേന്ത്യാ പരിപാടി നടന്നത്. രാജ്യത്തൊട്ടാകെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തകരെയും VCമാരെയൊക്കെ വിളിച്ചുകൊണ്ട്. NEP എന്ന് പറയുന്നത് RSSൻ്റെ ദീർഘകാലത്തെ ആലോചനകളുടെയും ശിബിരങ്ങളുടെയും പലതരത്തിലുള്ള ഗവേഷണങ്ങളുടെയും ഒക്കെ ആകത്തുകയായിട്ട് രൂപപ്പെട്ടുള്ള സംഗതിയാണ്. അത് മനസ്സിലാക്കണം. RSSന് ഏറ്റവും BJP ആദ്യമായിട്ട് അധികാരത്തിൽ വന്നപ്പോൾ ആരെയാണ് ഈ മാനവ വിഭവശേഷി വകുപ്പ് ഏൽപ്പിച്ച ഓർമ്മയുണ്ടോ? മുരളി മനോഹർ ജോഷിയാണ്. ഏറ്റവും കോറായിട്ടുള്ള ഒരാളെ, RSSന് ഏറ്റവും താല്പര്യമുള്ള ഒരു വകുപ്പാണത്. അപ്പം അതുകൊണ്ട് NEP എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ചെയ്യുന്നത് വിദ്യാഭ്യാസത്തിൽ സംസ്ഥാനത്തിന് ഒരു സ്റ്റേക്കും ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതിന് സംസ്ഥാനങ്ങൾ റെസിസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന സംസ്ഥാനങ്ങളെപ്പോലും എങ്ങനെയാണ് അവർ പിടികൂടുന്നത്, ദുർബലമാക്കുന്നത്? പൈസ തരില്ല എന്ന് പറയുന്നു. അപ്പോൾ പൈസ തരില്ല എന്ന് പറയുമ്പം കൈകൂപ്പി നിൽക്കാനേ പറ്റുന്നുള്ളതാണ് പിണറായി വിജയനും ശിവൻകുട്ടിയും പറയുന്നത്. അതെന്തുകൊണ്ടാണ് ഉണ്ടായത്? അതാണ് ഞാൻ 100 വട്ടം പറഞ്ഞ കാര്യമാണ്, വീണ്ടും പറയുന്നു. ഈ പറയുന്ന GST നടപ്പിലാക്കിയതോടുകൂടി സംസ്ഥാനങ്ങൾ കയ്യിൽ കാശില്ലാത്ത ഈ പിച്ചപാത്രമായിട്ട് കേന്ദ്രത്തിന് മുമ്പിൽ കൈനീട്ടുന്ന ഒരു എൻറ്റിറ്റിയായി മാറി. അതാണ് സംസ്ഥാന മുഖ്യമന്ത്രിമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അധികാരം മാത്രമുള്ള ഒരു പവർ ഹൗസായിട്ട്, ഒരു ഓഫീസായിട്ട് മാറുന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
അതിലെ പല ഉദാഹരണങ്ങളൊന്നും മാത്രം ഇനി ഇത് ഈ മട്ടിൽ പലതും വരും. എന്താണ് നമ്മുടെ വാഹന രജിസ്ട്രേഷൻ, BH രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, അതിപ്പോൾ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണേൽ എടുക്കാം. പക്ഷെ നോക്കിക്കോ, 5 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞാൽ BH രജിസ്ട്രേഷൻ എടുക്കാത്ത ആളുകൾക്ക് അതില്ല, ഇതില്ല, അങ്ങനെ ഇല്ല എന്ന് പറയുന്ന ഒരുപാട് പ്രൊവിഷൻസ് വരും. അപ്പോൾ നിയമപരമായിട്ട് 2 സംസ്ഥാന രജിസ്ട്രേഷൻ ഉണ്ടാവും, കേന്ദ്ര രജിസ്ട്രേഷൻ ഉണ്ടാവും. പക്ഷേ കേന്ദ്ര രജിസ്ട്രേഷൻ എടുത്ത ആൾക്ക് മാത്രം സർവൈവ് ചെയ്യുന്ന സ്വഭാവത്തിൽ ചട്ടങ്ങളിലും വ്യവസ്ഥകളിലും ഇങ്ങനെ പതുക്കെ മാറ്റങ്ങൾ വരും. ഇതെല്ലാ മേഖലകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് തിരിച്ചറിയാനുള്ള ശേഷി പ്രതിപക്ഷത്തിനില്ല. ഇപ്പോൾ പ്രതിപക്ഷത്ത് ആ നിലക്കുള്ള സ്വരങ്ങൾ വരുന്നുണ്ട്, പക്ഷേ ഒരുപാട് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു. ഇതിൽ അടിസ്ഥാനപരമായിട്ട് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറൻറ്റ് ലിസ്റ്റിൽ നിന്ന് മാറി സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. നന്ന് ചുരുങ്ങിയത് ഹയർ എഡ്യൂക്കേഷൻ മാത്രം കൺകറൻറ്റ് ലിസ്റ്റിൽ നിലനിർത്തുക എന്നുള്ളതാണ് വേണ്ടത്. അങ്ങനെ ഒരു ഡിമാൻഡാണ് ഉന്നയിക്കുന്നത്. അതാണ് ഇതിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ കോൺഗ്രസ് വിടുന്ന ഒരു എന്താ പറയുക, ഒരു മോറൽ ഡയലമ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസം നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ട കാര്യമായിരുന്നു. അത് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറുന്ന 1976 ഇന്ദിരാഗാന്ധി 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മാറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് ഇതിൽ ഇടപെടുന്നതിൽ ഒരു മോറൽ ഡയലമ അതിനകത്തുണ്ടാവും. ശരിക്ക് ഇതിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത് ഉന്നയിക്കപ്പെടേണ്ട വിഷയം വിദ്യാഭ്യാസത്തെ നന്ന് ചുരുങ്ങിയത് പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റെങ്കിലും സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് വരണം എന്നുള്ളതാണ്. കാരണം ഇന്ത്യയുടെ വൈവിധ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കേന്ദ്രത്തിൽ നിന്നൊരു സിലബസ് ഉണ്ടാക്കി, ഒരു കരിക്കുലം ഉണ്ടാക്കി, അത് ഈ പറയുന്ന 28 സംസ്ഥാനങ്ങളിലും അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അസാധ്യമാണ്. കാരണം ലോക്കൽ റിയാലിറ്റീസ് പലതരത്തിലുണ്ട്. അപ്പോൾ അതിനെ സാക്ഷാത്കരിക്കുന്ന സ്വഭാവത്തിലാണ് നമ്മുടെ വിദ്യാഭ്യാസം വേണ്ടത്. പക്ഷെ അത് ഇതിലൂടെ നടക്കുകയില്ല. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നു. അവർക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് ആ രാഷ്ട്രീയ കൃത്യത അവർക്കുണ്ട്, രണ്ടാമത്തെ സാമ്പത്തികമായി അവർ നമ്മൾക്കാൾ മെച്ചപ്പെടും. രാജ്യത്ത് ഏറ്റവും നമ്മുടെ GDP ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന സംസ്ഥാനമായിട്ടത് മാറിക്കഴിഞ്ഞു. അപ്പോൾ സാമ്പത്തികമായ ബലം അവർക്കുണ്ട്. നമ്മുടെ ഫിസിക്കൽ മിസ്മാനേജ്മെൻറ്റിൻ്റെ കാരണത്താൽ മറ്റു പല കാരണങ്ങളാൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും ദുർബലമാണ്. അപ്പോൾ പൈസ തരില്ല, ഒപ്പിടാതെ പൈസ തരില്ല എന്ന് പറയുമ്പോൾ ലച്ചിപ്പോൾ ഞാനിതാ ഒപ്പിടുന്നു, പൈസ തന്നേക്കൂ എന്ന് പറയാൻ മാത്രം സാധിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ഫിസിക്കൽ മാനേജ്മെൻറ്റും അങ്ങനെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയമായി നേരത്തെ നിഷാദ് പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങളിൽ വലിയ രാഷ്ട്രീയ ജാഗ്രത കാണിക്കണം എന്ന് യാതൊരു ശാഠ്യവും പിണറായി വിജയനില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. എന്തായാലും PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നീക്കം കേന്ദ്ര വിധേയത്വത്തിൻ്റെ മറ്റൊരു ഉദാഹരണമായി മാറുകയാണോ എന്നുള്ള ചോദ്യം ഉയരുകയാണ്. നിഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഈ നീക്കം, അതായത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നയം തന്നെ ഏതാനും കോടികൾക്ക് വേണ്ടി പണയം വെക്കണോ എന്നുള്ള ചോദ്യവും ഉയരുകയാണ്.